processes like nutrition, respiration, excretion, transportation, reproduction, sensitivity, growth. ഇതിനെല്ലാം നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈഫ് പ്രോസസ്സസ്. The process of intake of nutrients and its utilization by an organism is called nutrition. And nutrition provides raw material to sustain life. Ways of obtaining food is known as modes of nutrition. അപ്പോൾ മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ രണ്ട് രീതിയിലാണ് നടക്കുക. ഒന്ന് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ, രണ്ട് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. പലതരത്തിലുള്ള കാർബോഹൈഡ്രേറ്റുകൾ നമ്മൾ കഴിക്കുന്നുണ്ട്, പലതരത്തിലുള്ള പ്രോട്ടീൻസ്, മീറ്റ് പോലെയുള്ള പ്രോട്ടീൻസ്, ഓയിൽ പോലെയുള്ള ഫാറ്റ്സ്, ഇതെല്ലാം ന്യൂട്രിയൻസ് ആണ്. In autotrophic nutrition, organism takes in inorganic substances from the surroundings and converts it into organic food. For example, green plants സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഇനോർഗാനിക് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിനെയും ഇനോർഗാനിക് ആയിട്ടുള്ള വാട്ടർ മോളിക്യൂളിനെയും ചേർത്ത് ഓർഗാനിക് ഫുഡ് ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. Autotrophic nutrition is a mode of nutrition in which organisms synthesize their own organic food. Such organisms are known as autotrophs. Example, most of the plants and some bacteria. അതായത് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഗ്രീൻ പ്ലാന്റ്സ് ആണ് മെയിൻലി. However, there are some organisms which cannot prepare their own food. They depend on other organisms for their food. This mode of nutrition is known as heterotrophic nutrition. Hetero, different, അല്ലെങ്കിൽ depending on others, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്യുക. ട്രോഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രീഷൻ. എല്ലാ ആനിമൽസും ഫംഗസും അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇൻ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ, ഡിഫറെൻ്റ് ഓർഗാനിസംസ് യൂസ് ഡിഫറെൻ്റ് സ്ട്രാറ്റജീസ് ടു ഒബ്റ്റെയിൻ ഫുഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ബോഡി ഡിസൈൻ. Herbivores need different food compared to carnivores based on their digestive system. എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഹെർബിവോർസിന് വളരെ ലോങ് ആയിട്ടുള്ള ഇൻഡസ്റ്റൈൻ ആണുള്ളത്, പക്ഷേ കാർണിവോറുകൾക്കാണെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള ഇൻഡസ്റ്റൈൻ ആണ് കാണുന്നത്. അപ്പോൾ ഹെർബിവോർസ് എന്ത് ചെയ്യും? ഗ്രാസ് ഈറ്റ് ചെയ്യും. കാർണിവോർസ് എന്ത് ചെയ്യും? ഫ്ലഷ് ഈറ്റ് ചെയ്യും. ഓർഗനൈസേഷൻ ആണ് വേറൊന്ന്. Whether the organism is unicellular or multicellular. Functioning depending on whether the organism is saprophytic or parasitic. Saprophytic എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് ആൻഡ് ഡീക്കേഡ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഓർഗാനിസംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാപ്രോഫൈറ്റുകൾ. അതിന് എക്സാമ്പിൾ നമുക്കാരെ പറയാൻ പറ്റും? ഫംഗസുകൾ, ചില ബാക്ടീരിയകൾ, ഇതെല്ലാം സാപ്രോഫൈറ്റ്സ് ആണ്. മറ്റ് ചിലവ പാരസൈറ്റിക് ആണ്. ഹോസ്റ്റുകളെ കില്ല് ചെയ്യാതെ അതിൽ നിന്നും ഫുഡ് അബ്സോർബ് ചെയ്തെടുക്കുന്ന ഓർഗാനിസംസ് ആണ് പാരസൈറ്റുകൾ. അതുപോലെ തന്നെ ഏത് ഫുഡ് മെറ്റീരിയൽ ആണോ അവൈലബിൾ അതും എന്ത് ചെയ്യും? പലതരത്തിലുള്ള സ്ട്രാറ്റജികൾക്കനുസരിച്ചിരിക്കും.